ഓക്കെ. അപ്പോൾ ഷായുടെ റിപ്ലേസ്മെന്റ് സാധ്യത ഞാൻ പറയുകയാണെങ്കിൽ അപ്പോൾ സ്കൈ ബെറ്റിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. സ്കൈ ബെറ്റിന്റെ ഒരു എന്താണ് പറയുക, ഈ ഷായുടെ റിപ്ലേസ്മെന്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള മാനേജർമാരുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള മാനേജർമാർ പറഞ്ഞ 25% ഹൊസെ മൊറീനിയാണ് വന്നിട്ടുള്ളത്. പക്ഷെ അതിലേക്ക് തോന്നുന്നു ഹൊസെ മൊറീനിയോ വരാൻ ചാൻസ് ഇല്ല. കാരണം ആ ഒരു റൈവറി നിൽക്കുന്നുണ്ട് ഈ ഒരു റയൽ മാഡ്രിഡ് ബാർസലോണ ഇതിൽ. രണ്ടാമത്തെ ആ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് പറഞ്ഞാൽ ഒരു യൂർഗൻ ക്ലോപ്പാണ്. അത് നമ്മൾ ഓൾറെഡി നമുക്കറിയാം. യൂർഗൻ ക്ലോപ്പ് പറഞ്ഞാൽ ഒരു വർഷം ഗ്യാപ്പ് എടുക്കണം. അപ്പോൾ യൂർഗൻ ക്ലോപ്പ് എന്തായാലും വരില്ല. പിന്നെ മൂന്നാമത് 15% ചാൻസ് എന്താണ് സ്കൈ ബെറ്റ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ റോബർട്ടോ ഡിസെർബിക്കാണ്. അത് കറക്റ്റായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു കോച്ചാണ്. മിക്കവാറും റോബർട്ടോ ഡിസെർബി ആവും അടുത്ത ബാർസലോണ കോച്ച്. പിന്നെ അടുത്തൊരു ചാൻസ് പറഞ്ഞാൽ എല്ലാ ടീമുകളും ഇപ്പൊ മാക്സിമം നോക്കിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഷാബി അലോൺസിനെ കോച്ചാക്കാനാണ്. ഷാബി അലോൺസും ബാർസലോണയുടെ കോച്ച് ആവാൻ ചാൻസ് ഉണ്ട്. ഷാബി അലോൺസിനെ കിട്ടുകയാണെങ്കിൽ വെച്ച് പിടിച്ചോന്ന് പറയും. അതായത് കിട്ടണ അത്ര അടിപൊളി കോച്ചാവും. ഈ ബാർസലോണയുടെ ഈ ഒരു യൂത്ത് ടീമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഷാബി അലോൺസിന് കിട്ടിക്കഴിഞ്ഞാൽ ബാർസലോണക്ക് ഒരു ലെവലെത്താം. പിന്നെ അടുത്ത അഞ്ചാമത്തെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അഞ്ചാമത്തെ ഒരു ചാൻസ് പോസിബിലിറ്റി എന്ന് പറയുന്നത് തിയാഗോ മോട്ട എന്നാണ് കോച്ചാണ്. അതായത് ഈ എന്താണ് നമ്മളെ ഈ എന്താണ് പറയുക, പി ജെറോണയുടെ അതേപോലെ തന്നെ കുറെ ടീമുകളെ കോച്ച് എന്നൊക്കെ പറയുന്ന ഈ ഒരു കോച്ച്. ഇത്രയും കോച്ചുകളാണ് ലിസ്റ്റിലുള്ളത്. പിന്നെ അതേപോലെ തന്നെ എന്താണ് പറയുക, ജെറോണയുടെ കോച്ച് മൈക്കിളാട്ടാ. ജെറോണയുടെ കോച്ച് മൈക്കിൾ. ഈ മൈക്കിൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മിഡ് ടേബിള്, ജെറോണിനെ കുറിച്ച് നമ്മൾ കുറച്ചു പറയേണ്ടത്, അതായത് മിഡ് ടേബിൾ നിൽക്കുന്ന ജെറോണിനെ ഇത്രയും ടൈറ്റിൽ കണ്ടന്റേഴ്സ് ആക്കി മാറ്റിയതിൽ വലിയൊരു പങ്ക് ഈ ഒരു മിക്കൽ എന്ന് പറഞ്ഞൊരു കോച്ചിനുണ്ട്. അപ്പോൾ മിക്കൽ എന്ന് പറഞ്ഞൊരു കോച്ചിനെ കിട്ടുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ബാർസലോണ ലെവലിലെത്തും ഉറപ്പാണ്. പിന്നെ ലാസ്റ്റത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലൂയിസ് എൻട്രിക്കയാണ്. കാരണം ലൂയിസ് എൻട്രിക്കൊക്കെ പറഞ്ഞാൽ ബാർസലോണ ഇൻസൈഡ് ഔട്ട് അറിയാം. അവർക്ക് മൊത്തം അറിയാം ബാർസലോണയുടെ എന്താണ്, ബാർസലോണയുടെ പൊട്ടൻഷ്യൽ എന്താണ്, ബാർസലോണയുടെ എന്താണ് എല്ലാ സംഭവങ്ങളും കറക്റ്റായിട്ട് ലൂയിസ് എൻട്രിക്കൊക്കെ അറിയാം. അപ്പോൾ ലൂയിസ് എൻട്രിക്ക് വരികയാണെങ്കിൽ അത് വലിയൊരു കാര്യമാവും. അപ്പം ഇത്രയാണ് ഓപ്ഷൻസ് ഉള്ളത്. ഇതിനെ പറ്റി എന്താ പറയാനുള്ളത്? പറയാനുണ്ടോ? ആഡ് ചെയ്യണ്ട? അത് എന്താണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂർഗൻ ക്ലോപ്പ് വരാൻ ഒരു ചാൻസ് ഇല്ല. ഒരു വർഷം മൂപ്പര് ഗ്യാപ്പ് എടുക്കുകയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഫുട്ബോൾ ലോകത്ത്. പിന്നെ നമ്മുടെ ജോസെ മൊറീനോ, അത് പിന്നെ റൈവലിൽ നിൽക്കുന്ന കാരണം കൊണ്ട് മൂപ്പരോട് വരാൻ ഒരു ചാൻസും ഇല്ല. ഇപ്പോ റാമോസും പീക്ക് പോലും സ്പെയിൻ സെയിം ടീമായിട്ട് പോലും അവര് എന്താണ് ഈ ഒരു റൈവലറി കാരണം അവർ പരസ്പരം ഒരുമിച്ച് കൂടുന്ന ഘട്ടങ്ങളിൽ, സ്പെയിൻ ടീമിന്റെ ഒരുമിച്ച് കൂടുന്ന ഘട്ടങ്ങളിൽ പോലും പോയിട്ടില്ല. എന്തായാലും അടുത്തൊരു പ്രിഫറൻസ് എന്ന് പറഞ്ഞത് മറ്റു വല്ല കോച്ചുമാരും നോക്കണം ഏറ്റവും ബെറ്റർ. ഈ രണ്ടുപേരും വരാന് ഇല്ല. ബാക്കിയുള്ള വേറൊരു കോച്ചിനെ റീപ്ലേസ് ചെയ്യാനേ അവർക്ക് കഴിയുള്ളൂ. എന്തായാലും ഈ രണ്ട് കോച്ചുമാരെ ഒരു ചാൻസും ഇല്ല.